ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ രാവിലെ ഉണരുന്നു, എല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. അതേ ജീവിതം, അതേ പ്രശ്നങ്ങൾ, അതേ ടെൻഷൻ. ഇനി എന്തെങ്കിലും മാറുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഈ പുസ്തകം പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നതുവരെ നിങ്ങളുടെ ജീവിതം മാറില്ല എന്നാണ്. ഇവിടെ നിന്നാണ് ദ മാജിക് ആരംഭിക്കുന്നത്. ലോകത്തിലെ മിക്ക ആളുകളും ഒരേയൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. ആദ്യം ജീവിതം മാറട്ടെ, എന്നിട്ട് ഞാൻ സന്തോഷവാനാകാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ ചിന്ത തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സമെന്ന് ഈ പുസ്തകം പറയുന്നു. സത്യം നേരെ തിരിച്ചാണ്. ആദ്യം മാറ്റം സംഭവിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. അതിനുശേഷമേ അത് പുറത്ത് പ്രതിഫലിക്കൂ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്ട്രെസ്, ദേഷ്യം, ഇല്ലായ്മകൾ, വേദന, ഇതെല്ലാം മറ്റാരുടെയെങ്കിലും കുഴപ്പം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ശീലമായി മാറിയ ചിന്തകൾ കൊണ്ടാണെന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങളുടെ തലച്ചോർ ദിവസവും ഒരേ സിഗ്നൽ തന്നെയാണ് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത്. ഇപ്പോഴും എനിക്ക് കുറവുകളുണ്ട്, ഇപ്പോഴും പ്രശ്നങ്ങളാണ്, ഇപ്പോഴും എനിക്ക് സമാധാനമില്ല. പ്രപഞ്ചം അത് അതേപടി നിങ്ങൾക്ക് തിരികെ നൽകുന്നു. പ്രപഞ്ചം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ തോന്നലുകളെ മാത്രമാണ് അത് മനസ്സിലാക്കുന്നത്. എനിക്കൊന്നും തികയുന്നില്ല എന്ന് നിങ്ങൾ ഉള്ളിൽ വിശ്വസിച്ചാൽ ജീവിതം നിങ്ങൾക്ക് കൂടുതൽ കുറവുകൾ നൽകും. മറിച്ച് എനിക്ക് ഇതിനകം തന്നെ ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ജീവിതം നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ തുടങ്ങും. ഇവിടെ നിന്നാണ് മാജിക്കിന്റെ ആദ്യത്തെ രഹസ്യം വെളിപ്പെടുന്നത്. നന്ദി എന്ന വികാരം. പക്ഷേ വെറുതെ ഒരു താങ്ക് യു പറയൽ മാത്രമല്ല ഇത്. നന്ദി പറയുന്നത് നിങ്ങളുടെ നാവിലൊതുങ്ങിയാൽ യാതൊന്നും മാറില്ല എന്ന് ഈ പുസ്തകം പറയുന്നു. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു ശീലമായി മാറുമ്പോഴാണ് മാജിക് സംഭവിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യനുണ്ട്, അയാൾക്കൊരു ജോലിയുണ്ട്, പക്ഷേ ശമ്പളം കുറവാണെന്ന് അയാൾ എപ്പോഴും പരാതിപ്പെടുന്നു. അയാൾക്കൊരു കുടുംബമുണ്ട്, പക്ഷേ അവരുടെ കുറവുകൾ മാത്രമാണ് അയാൾ കാണുന്നത്. അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, പക്ഷേ എപ്പോഴും ക്ഷീണം മാത്രമാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. അറിയാതെയാണെങ്കിലും പ്രപഞ്ചമേ എനിക്കിനിയും കുറവുകൾ തരൂ എന്നാണ് അയാൾ ദിവസവും പറയുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി രണ്ടാമത്തെ ഒരാളെ സങ്കല്പിക്കുക. അയാളുടെ ജീവിതവും തികഞ്ഞതല്ല. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാൾ ചിന്തിക്കുന്നു, ഇന്നും എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ, നന്ദി. എനിക്കൊരു ജോലിയുണ്ടല്ലോ, നന്ദി. എന്നെ ഓർക്കാൻ ആളുകളുണ്ടല്ലോ, നന്ദി. ഞാൻ ഇനിയും നേടാൻ തയ്യാറാണെന്നാണ് ഈ മനുഷ്യൻ പ്രപഞ്ചത്തോട് പറയുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. ഇവിടെ നിന്നാണ് ജീവിതം നിശബ്ദമായി മാറിമറിയാൻ തുടങ്ങുന്നത്. മാജിക് എന്നത് ഒരു മാന്ത്രിക വഴിയല്ല. മാജിക് എന്നത് ഒരു അച്ചടക്കമാണെന്ന് ഈ പുസ്തകം പറയുന്നു. ചിന്തകളുടെ അച്ചടക്കം, വികാരങ്ങളുടെ അച്ചടക്കം. നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുതന്നെയായി നിങ്ങളുടെ ജീവിതം മാറുന്നു. നിങ്ങളുടെ പണം, ബന്ധങ്ങൾ, സമാധാനം, ആത്മാഭിമാനം തുടങ്ങി ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചുവടുവെപ്പ് പുറത്തേക്കല്ല, ഉള്ളിലേക്കാണ് വേണ്ടത്. തികഞ്ഞ നന്ദിയോടെ എന്ന് ഈ പുസ്തകം പറയുന്നു. ഓർക്കുക, നിങ്ങളത് വെറുതെ പരീക്ഷിച്ചു നോക്കുമ്പോൾ മാജിക് പ്രവർത്തിക്കില്ല. മാജിക് പ്രവർത്തിക്കുന്നത് നിങ്ങളത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഒരേയൊരു കാര്യത്തിനെങ്കിലും യാതൊരു ആവശ്യങ്ങളുമില്ലാതെ ഹൃദയത്തിൽ നിന്ന് നന്ദി തോന്നുക. ഇവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായം തുടങ്ങുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. ഇന്നലെ രാത്രി നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചു, ഒരേയൊരു കാര്യത്തിനു വേണ്ടി മാത്രം. ഒരുപക്ഷെ ആദ്യമായി യാതൊന്നും ചോദിക്കാതെ, ഒരു പരാതിയുമില്ലാതെ. നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടെങ്കിൽ എന്തൊക്കെയോ മാറാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഈ പുസ്തകം പറയുന്നു. അത് ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ശരി. ജീവിതം പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരില്ല എന്ന് ഈ പുസ്തകം പറയുന്നു. ആദ്യം അത് നിങ്ങളുടെ ചിന്തകളെ പരീക്ഷിക്കും. നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു, അതിന്റെ പിറ്റേ ദിവസം തന്നെ പുതിയൊരു പ്രശ്നം വന്നേക്കാം. ഇവിടെയാണ് 90% ആളുകളും പരാജയപ്പെടുന്നത്. കണ്ടോ, ഇതൊന്നും പ്രവർത്തിക്കില്ല എന്ന് അവർ പറയും. പക്ഷേ ആ നിമിഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് നന്ദി തോന്നുന്നുവെങ്കിൽ അവിടെയാണ് യഥാർത്ഥ മാജിക് തുടങ്ങുന്നത്. ഇരുട്ടില്ലായിരുന്നുവെങ്കിൽ വെളിച്ചത്തിന്റെ വില നമ്മൾ എങ്ങനെ അറിയുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ പ്രശ്നവും ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്ഷണക്കത്താണെന്ന് ഈ പുസ്തകം പറയുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് പഴയ ചിന്തകളിലേക്ക് തിരിച്ചുപോകാം, അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് ഉയരാം. കൂടുതൽ ആളുകൾക്കും മനസ്സിലാകാത്ത ഒരു വലിയ സത്യം ഇവിടെയുണ്ട്. നിങ്ങൾ എന്ത് സഹിക്കാൻ തയ്യാറാകുന്നുവോ ജീവിതം അതുതന്നെ വീണ്ടും ആവർത്തിക്കും. എല്ലാ ദിവസവും പരാതികളോടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഈ മനുഷ്യൻ ഈ വൈബ്രേഷനിലുള്ള ആളാണെന്ന് പ്രപഞ്ചം വിചാരിക്കും. പരാതികളും നന്ദിയും ഒരേ സമയം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഈ പുസ്തകം പറയുന്നു. പരാതികളുണ്ടാകുമ്പോൾ മാജിക് ഇല്ലാതാകുന്നു, നന്ദിയുണ്ടാകുമ്പോൾ മാജിക് പ്രവർത്തിച്ചു തുടങ്ങുന്നു. എന്റെ പ്രശ്നം യഥാർത്ഥമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പ്രശ്നം യാഥാർത്ഥ്യമായിരിക്കാം, എന്നാൽ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് അതിന്റെ ഭാവി തീരുമാനിക്കുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങൾ ആ പ്രശ്നത്തെ നോക്കിയിട്ട് പറയുക, ഇതിലും എനിക്കെന്തോ പഠിക്കാനുണ്ട്. ഇങ്ങനെ പറയുന്നത് തന്നെ നിങ്ങളുടെ എനർജിയെ മാറ്റിമറിക്കുന്നു. ഇനി ഇവിടെ ശക്തമായ മറ്റൊരു കാര്യം കേൾക്കുക. നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നിയന്ത്രിക്കാനാകൂ എന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങൾ കുറവുകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ കുറവുകൾ വർദ്ധിക്കുന്നു. നിങ്ങൾ സാധ്യതകളിൽ ശ്രദ്ധിച്ചാൽ വഴികൾ തുറക്കപ്പെടുന്നു. ഒരു വാതിൽ അടഞ്ഞുകിടക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ആ വാതിൽ തന്നെ നോക്കി നിന്നാൽ അടഞ്ഞുകിടക്കുന്ന വാതിൽ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ തുറന്നുകിടക്കുന്ന 10 വാതിലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. തിരിഞ്ഞു നോക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൃതജ്ഞതയാണെന്ന് ഈ പുസ്തകം പറയുന്നു. പ്രശ്നങ്ങൾക്കല്ല, അതിൽ നിന്നുള്ള പാഠങ്ങൾക്ക് നന്ദി പറയുക.
വേദനകൾക്കല്ല, അതിൽ നിന്ന് ലഭിച്ച കരുത്തിന് നന്ദി പറയുക. വൈകുന്നതിനല്ല, സമയത്തിന് നന്ദി പറയുക. ഈ പുസ്തകം വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യം മാജിക് പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത് എന്നതാണ്. നെഗറ്റീവായ സാഹചര്യങ്ങളിലും നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴാണ് മാജിക് കൂടുതൽ ശക്തമാകുന്നത്. ഇന്നത്തെ ലളിതമായൊരു പരിശീലനം: ഇന്ന് എന്തെങ്കിലും തെറ്റായി തോന്നുമ്പോൾ നിൽക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക, എന്നിട്ട് മനസ്സിൽ പറയുക, ഇതിലും നല്ല എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു വാചകം നിങ്ങളുടെ ജീവിതത്തെ പതുക്കെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഈ പുസ്തകം പറയുന്നു. ഓർക്കുക, മാജിക് തെളിയിക്കേണ്ട ആവശ്യമില്ല. മാജിക് അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ നന്ദി പറയുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും അതിനൊപ്പം നിൽക്കുന്നില്ല. നന്ദി ജീവിതമേ എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ എന്തിനാണ് ഈ പ്രശ്നം എന്നൊരു ശബ്ദം ഉള്ളിൽ നിന്ന് വരുന്നു. മാജിക് വാക്കുകളിലൂടെയല്ല, വികാരങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. ഇവിടെയാണ് പലരും കുടുങ്ങിപ്പോകുന്നത്. അവർ പറയും, ഞാൻ നന്ദി പറയുന്നുണ്ട്, എന്നിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന്. നിങ്ങൾ നന്ദി പറയുന്നുണ്ടെങ്കിലും അത് ഉള്ളിൽ നിന്ന് അനുഭവിക്കാത്തതുകൊണ്ടാണ് മാറ്റമുണ്ടാകാത്തതെന്ന് ഈ പുസ്തകം പറയുന്നു. ഈ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ വയറ് നിറഞ്ഞു എന്ന് വെറുതെ പറഞ്ഞാൽ വിശപ്പ് മാറില്ല. അതുപോലെ വെറുതെ ഒരു താങ്ക് യു പറഞ്ഞാൽ പോരാ, അത് ഉള്ളിൽ നിന്ന് അനുഭവിക്കണം. പ്രപഞ്ചം ബധിരനല്ല, എന്നാൽ അതിന് വ്യാജമായ ഊർജ്ജത്തെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങൾ എന്തനുഭവിക്കുന്നുവോ അതാണ് നിങ്ങൾ പുറത്തേക്ക് അയക്കുന്നത്. നിങ്ങൾ എന്താണോ അയക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃതജ്ഞത എന്നാൽ മുൻകൂട്ടി വിശ്വസിക്കുക എന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് മുൻകൂട്ടി വിശ്വസിക്കുക, അതിപ്പോൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും. ഒന്ന് ചിന്തിക്കുക, വിത്ത് പാകുന്ന ഒരു കർഷകൻ അത് മുളച്ചോ എന്ന് നോക്കാൻ എല്ലാ ദിവസവും മണ്ണുമാന്തി നോക്കാറില്ല. അങ്ങനെ ചെയ്താൽ ആ വിത്ത് നശിച്ചുപോകും. കൃതജ്ഞത എന്നത് വിത്താണ്. സംശയം എന്നത് മണ്ണ് മാന്തി നോക്കുന്നതിന് തുല്യമാണെന്ന് ഈ പുസ്തകം പറയുന്നു. എപ്പോഴാണ് നടക്കുക, എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങൾ ആ വിത്തിനെ നശിപ്പിക്കുകയാണ്. വളരെ ആഴത്തിലുള്ള ഒരു സത്യം ഇവിടെയുണ്ട്. പോസിറ്റീവായ ഒന്നും കാണാൻ കഴിയാത്ത സമയത്താണ് കൃതജ്ഞതയുടെ യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ നന്ദിയുള്ളവരായി തുടർന്നാൽ മാജിക് നിങ്ങളെ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുക. ഫലം കിട്ടുന്നതിന് മുൻപേ തന്നെ വിശ്വാസം കാണിക്കുന്നവർക്കാണ് പ്രപഞ്ചം പ്രതിഫലം നൽകുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി ഇതുകൂടി കേൾക്കുക. ഇത് കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. നിങ്ങൾക്ക് എന്തിനോട് നന്ദി കാണിക്കാൻ കഴിയുന്നില്ലയോ അത് നിങ്ങൾക്ക് സ്വീകരിക്കാനും കഴിയില്ല. കാരണം നന്ദി പറയുക എന്നാൽ ഞാൻ അതിനുവേണ്ടി തയ്യാറാണ് എന്നാണ് അർത്ഥം. എനിക്ക് പണം വേണമെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ പണം ലഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയപ്പെടുന്നു. എനിക്ക് സ്നേഹം വേണമെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ വിശ്വസിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. ആദ്യം ഹൃദയത്തെ തയ്യാറാക്കുക, അതിനുശേഷം ജീവിതം മുന്നോട്ടു പോകുമെന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി ലളിതമായൊരു പരീക്ഷണം പറയാം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ നല്ലതായിട്ടുള്ള ഒരു കാര്യം ഓർക്കുക. കൂടുതൽ വേണ്ട, ഒരെണ്ണം മാത്രം. അതിൽ 30 സെക്കൻഡ് നേരത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു കാര്യത്തെ നിങ്ങൾ പൂർണ്ണമായി വിലമതിക്കുമ്പോൾ അത് ഇരട്ടിക്കാൻ തുടങ്ങുമെന്ന് ഈ പുസ്തകം പറയുന്നു. പിന്നെ ഒരു കാര്യം, നന്ദി പ്രകടിപ്പിക്കുക എന്നാൽ പ്രശ്നങ്ങളെ അവഗണിക്കുക എന്നല്ല അർത്ഥം. പ്രശ്നങ്ങൾക്ക് മുകളിൽ നിൽക്കുക എന്നാണ് നന്ദി എന്നതിന്റെ അർത്ഥം. നിങ്ങൾ ഏത് ഊർജ്ജത്തിലാണോ നിൽക്കുന്നത് ജീവിതം ആ രൂപം പ്രാപിക്കുന്നു. നന്ദി എന്നത് ഒരു വികാരമല്ല, അതൊരു തീരുമാനമാണ്. നിങ്ങൾ ഇതുവരെ ഇത് ശാന്തമായി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ പരാതിപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. മാജിക് ശബ്ദമുണ്ടാക്കി വരില്ല എന്ന് ഈ പുസ്തകം പറയുന്നു. മാജിക് നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നു. കാരണം ഇവിടെയാണ് മാജിക്കിന്റെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നന്ദി എന്നത് വെറുതെ നന്ദി പറയലല്ല, എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പ്രകടിപ്പിക്കുക എന്നത് നിങ്ങളുടെ ഒരു തീരുമാനമാണെന്ന് ഈ പുസ്തകം പറയുന്നു. കൂടുതൽ ആളുകളും ഇവിടെയാണ് പരാജയപ്പെടുന്നത്. എല്ലാം ശരിയായിരിക്കുമ്പോൾ നന്ദി പറയാൻ എളുപ്പമാണ്. എന്നാൽ പണം കുറയുമ്പോൾ, ബന്ധങ്ങൾ വഷളാകുമ്പോൾ, ആരോഗ്യം മോശമാകുമ്പോൾ, ഭാവി അനിശ്ചിതത്വത്തിലാകുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുന്നത് ഒരു അഭിനയമായി തോന്നും. മാജിക്കിന്റെ യഥാർത്ഥ പരീക്ഷണം നല്ല സമയത്തല്ല, മോശം സമയത്താണെന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലാം ശരിയാകട്ടെ എന്നിട്ട് ഞാൻ നന്ദി പറയാം എന്ന് നിങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ പറയുന്നത് പ്രപഞ്ചം ആദ്യം തെളിയിക്കട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്നാണ്. എന്നാൽ പ്രപഞ്ചം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചം ഓർഡറല്ല, പ്രതിഫലമാണ് ആദ്യം വാങ്ങുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. പ്രതിഫലം എന്നത് നന്ദിയാണ്, ഓർഡർ എന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്. പരിഹാരത്തിന് മുന്നേ നന്ദി പ്രകടിപ്പിക്കുക. ഇതാണ് യഥാർത്ഥ മാജിക്. ഒന്ന് ചിന്തിക്കുക, നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അവർക്ക് ബഹുമാനം നൽകുമോ അതോ ആദ്യം അവരെ പരീക്ഷിക്കുമോ? നന്ദി എന്നത് ബഹുമാനമാണ്, പരാതി എന്നത് അവിശ്വാസമാണ്. ഇനി ഏറ്റവും അപകടകരമായ ശീലം പരാതിപ്പെടുന്ന ശീലം. ഞാൻ പരാതിപ്പെടാറില്ല എന്ന് നിങ്ങൾ പറയും, പക്ഷേ എന്നോട് മാത്രം എന്താ ഇങ്ങനെ? എന്റെ ഭാഗ്യം വളരെ മോശമാണ്, മറ്റുള്ളവർക്ക് എല്ലാം ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പരാതികൾ വാക്കുകളിലൂടെയല്ല, ചിന്തകളിലൂടെയാണ് ഉണ്ടാകുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങൾ പരാതിപ്പെടുമ്പോൾ അത് എത്ര നിശബ്ദമായിട്ടാണെങ്കിലും ശരി, എനിക്കുള്ളത് എനിക്കിഷ്ടമല്ല എന്ന സിഗ്നലാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ മറുപടി ഇങ്ങനെയായിരിക്കും: ശരി, ഞാൻ ഇനിയും കാണിച്ചു തരാം. പരാതി മാജിക് ഇല്ലാതാക്കുന്നു, കൃതജ്ഞത മാജിക് പ്രവർത്തിപ്പിക്കുന്നു. ഇതിനിടയിൽ വേറെയൊരു ഓപ്ഷനില്ല. ഇനി പ്രായോഗികമായ കാര്യം.
എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ തന്നെ മനസ്സിൽ ഈ വാചകം പറയണമെന്ന് ഈ പുസ്തകം പറയുന്നു. ഈ അവസ്ഥയിലും എനിക്ക് നന്ദി പറയാൻ കഴിയുന്ന എന്തോ ഒന്നുണ്ട്. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് ചോദിക്കും, നിനക്ക് ഭ്രാന്തായോ എന്ന്. എന്നാൽ ഓർക്കുക, മാജിക് യുക്തി കൊണ്ടല്ല, അച്ചടക്കം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണം കേൾക്കൂ. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് പേടി, ഭയം, ദേഷ്യം എന്നിവ കാണിക്കും. എന്നാൽ എന്റെ യഥാർത്ഥ മൂല്യം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് കരുതി നിങ്ങൾ നന്ദി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ മാറ്റുകയാണ്. പ്രശ്നം അവിടെ തന്നെയുണ്ട്, പക്ഷേ നിങ്ങളുടെ സ്ഥാനം അതിനു മുകളിലാകുന്നു. നിങ്ങൾ എന്തിനോട് നന്ദി കാണിക്കുന്നുവോ അതിനു മുകളിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് പരാതിപ്പെടുന്നുവോ അതിന് താഴെ നിങ്ങൾ പോകുന്നു എന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി രഹസ്യമായ ഒരു വ്യായാമം. ഇന്ന് ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സ് പരാതിപ്പെടുമ്പോഴെല്ലാം നിശബ്ദമായി ഒരു നന്ദി കണ്ടെത്തുക. വലുതൊന്നും കിട്ടിയില്ലെങ്കിൽ ചെറിയ കാര്യം കണ്ടെത്തുക. ചെറുതും കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നന്ദി എന്ന് മാത്രം പറയുക. നന്ദി കണ്ടെത്താൻ പഠിക്കുന്ന ഒരാൾ ഒരിക്കലും നിസ്സഹായനാകില്ല എന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി ആഴത്തിലുള്ള സത്യം. നന്ദി പ്രകടിപ്പിക്കുന്നത് സാഹചര്യത്തെ മാറ്റില്ല, നിങ്ങളെയാണ് മാറ്റുന്നത്. നിങ്ങൾ മാറുമ്പോൾ സാഹചര്യങ്ങളെ മാറ്റാനുള്ള സമ്മർദ്ദം ഇല്ലാതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം തീരുമാനിക്കുന്നത് നിങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കാനുള്ള സഹനശേഷിയാണ്. എത്രത്തോളം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നന്ദി നിലനിർത്താൻ കഴിയുന്നുവോ അത്രത്തോളം ശക്തി നിങ്ങൾക്കുണ്ടാകും. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് പകരം സമചിത്തതയോടെ മറുപടി നൽകാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ മാജിക് പ്രവർത്തിക്കൂ എന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും മാത്രം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ മാജിക് പ്രവർത്തിക്കില്ല എന്ന് ഈ പുസ്തകം പറയുന്നു. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ദിനചര്യയായി മാറുമ്പോഴാണ് മാജിക് പ്രവർത്തിക്കുന്നത്. മിക്ക ആളുകളും ഈ തെറ്റാണ് ചെയ്യുന്നത്. ഞാൻ നന്ദിയുള്ളവനാണെന്ന് അവർ പറയും, പക്ഷേ അവരുടെ നന്ദി അവരുടെ മൂഡിനെ ആശ്രയിച്ചിരിക്കും. മൂഡ് നല്ലതാണെങ്കിൽ നന്ദി പറയും, മൂഡ് മോശമാണെങ്കിൽ പരാതിപ്പെടും. മാജിക് നിങ്ങളുടെ മൂഡിനെ ആശ്രയിച്ചല്ല, നിങ്ങളുടെ അച്ചടക്കത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. പ്രപഞ്ചത്തിന് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് ദ മാജിക് ഒരു ദിവസത്തെ മുഴുവൻ ഘടന നൽകുന്നുണ്ട്. പ്രഭാതത്തിലെ മാജിക് വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെയുള്ള നിങ്ങളുടെ ആദ്യത്തെ ചിന്തയാണ് ആ ദിവസത്തെ മുഴുവൻ തീരുമാനിക്കുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വീണ്ടും അതേ പഴയ ദിവസം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാജിക് അവിടെ തന്നെ അവസാനിക്കുന്നു. അതിനാൽ ഒന്നാമത്തെ നിയമം ഇതാണ്: കണ്ണു തുറക്കുമ്പോൾ തന്നെ 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. വലിയ കാര്യങ്ങളല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക്. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, നന്ദി. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, നന്ദി. എനിക്ക് പുതിയൊരവസരം കൂടി ലഭിച്ചു, നന്ദി. നന്ദിയോടെയാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്ന് ഈ പുസ്തകം പറയുന്നു. ആ ദിവസം എന്തു തന്നെ സംഭവിച്ചാലും. പകൽ സമയത്തെ മാജിക് നിങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കലാണ്. പകൽ മുഴുവൻ പ്രശ്നങ്ങൾ വരും എന്നത് ഉറപ്പാണ്, പക്ഷേ പ്രശ്നങ്ങളെക്കാൾ പ്രധാനം അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണെന്ന് ഈ പുസ്തകം പറയുന്നു. എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഉടൻ തന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ഈ അവസ്ഥയിലും എന്തെങ്കിലും ഒരു സമ്മാനം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഉടനെ ചിന്തിക്കുക. ഒരുപക്ഷേ ആ സമ്മാനം ഇപ്പോൾ മനസ്സിലായെന്ന് വരില്ല. എന്നാൽ നന്ദി പറയുന്ന നിമിഷം തന്നെ നിങ്ങൾ പരിഭ്രാന്തിയിൽ നിന്ന് പുറത്തുവരുന്നു. പരിഭ്രാന്തിയിൽ നിന്ന് പുറത്തുവരുന്നത് തന്നെ പാതി വിജയമാണ്. പെട്ടെന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മാറി സമചിത്തതയോടെ നേരിടാൻ തുടങ്ങുന്ന നിമിഷം തന്നെ മാജിക് പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ഈ പുസ്തകം പറയുന്നു. രാത്രിയിലെ മാജിക് ജീവിതം റീസെറ്റ് ചെയ്യുന്ന ബട്ടണാണ്. ഇനി രാത്രിയിലെ നന്ദി പ്രകടിപ്പിക്കലിനെക്കുറിച്ച് കേൾക്കുക. കൂടുതൽ ആളുകളും രാത്രി എന്താണ് ചെയ്യുന്നത്? ഫോൺ നോക്കും, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും, പശ്ചാത്തപിക്കും, ടെൻഷൻ അടിക്കും. എന്നാൽ നന്ദിയോടെ ഉറങ്ങുന്ന ഒരാൾ ഇന്നലത്തെ വേദനയുമായിട്ടല്ല നാളെ ഉണരുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. നിയമം വളരെ ലളിതമാണ്. ഉറങ്ങുന്നതിനു മുമ്പ് ആ ദിവസം നടന്ന 5 കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുക. ആ ദിവസം എത്ര മോശമായിരുന്നാലും ശരി, ഇന്ന് ഞാൻ സുരക്ഷിതനായിരുന്നു, നന്ദി. ഇന്ന് ഞാൻ പുതിയത് എന്തോ പഠിച്ചു, നന്ദി. ഈ ദിവസം അവസാനിച്ചു, നന്ദി. നന്ദിയോടെ ഉറങ്ങാൻ പോകുന്ന മനസ്സ് രാത്രികളിലും ആശ്വാസം കണ്ടെത്തുമെന്ന് ഈ പുസ്തകം പറയുന്നു. ഏറ്റവും വലിയ മുന്നറിയിപ്പ്: നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്, എന്നാൽ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉള്ളിന്റെ ഉള്ളിൽ സംശയം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ മാജിക്കിന്റെ വേഗത കുറയുന്നു. നന്ദി പ്രകടിപ്പിക്കുക എന്നത് പരീക്ഷിച്ചു നോക്കി ഉപേക്ഷിക്കാനുള്ള ഒരു പരീക്ഷണമല്ല എന്ന് ഈ പുസ്തകം പറയുന്നു. നന്ദി എന്നത് ഒരു പ്രതിബദ്ധതയാണ്. ജിമ്മിൽ പോകുന്നതിന്റെ റിസൾട്ട് ഒരു ദിവസം കൊണ്ട് കാണാൻ കഴിയില്ല. അതുപോലെ നന്ദിയുടെ റിസൾട്ട് ആദ്യം നിങ്ങളുടെ ഊർജ്ജത്തിലാണ് കാണുന്നത്, അതിനുശേഷം യാഥാർത്ഥ്യത്തിലും. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയൊരു പതിപ്പാണ്. നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങളുടെ ദൈനംദിന ചിന്തകളുടെ ഫലമാണ്. ഓരോ ദിവസവും നന്ദിയോടെ ജീവിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പ്രത്യേകം ശരിയാക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ പുസ്തകം പറയുന്നു. ജീവിതം തനിയെ ശരിയായ ദിശയിലേക്ക് വരാൻ തുടങ്ങും. എന്തെങ്കിലും നേടാൻ വേണ്ടി മാത്രം നന്ദി പ്രകടിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഈ പുസ്തകം പറയുന്നു. കാരണം കൂടുതൽ ലഭിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അവിടെയും ഇല്ലായ്മയുടെ ചിന്തകളിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു ശീലമല്ല, നിങ്ങളുടെ വ്യക്തിത്വമായി മാറുമ്പോഴാണ് മാജിക്കിന്റെ യഥാർത്ഥ ശക്തി തുടങ്ങുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. ഇവിടെയാണ് 90% ആളുകളും പരാജയപ്പെടുന്നത്. ഞാൻ നന്ദിയുള്ളവനാണെന്നും എന്നാൽ റിസൾട്ടൊന്നും കാണുന്നില്ലെന്നും അവർ പറയും. എന്നാൽ
മാജിക് നിങ്ങളുടെ സമയക്രമത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. മാജിക് നിങ്ങളുടെ ഊർജ്ജത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു നിബന്ധനകളുമില്ലാതെ നന്ദി വരുമ്പോഴാണ് ആ ഊർജ്ജം മാറുന്നത്. നന്ദിയോടൊപ്പം നിങ്ങൾ പ്രതീക്ഷകൾ കൂടി ചേർക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു സമ്മർദ്ദം സൃഷ്ടിക്കുകയാണെന്ന് ഈ പുസ്തകം പറയുന്നു. സമ്മർദ്ദം സംശയത്തിന് തുല്യമാണ്. സംശയം പ്രതിരോധത്തിന് തുല്യമാണ്. പ്രതിരോധം കാലതാമസത്തിന് തുല്യമാണ്. അതിനാൽ ദ മാജിക്കിന്റെ അവസാന പാഠം ഇതാണ്: പ്രതിഫലത്തിനു വേണ്ടി നന്ദി പ്രകടിപ്പിക്കരുത്. നന്ദിയെ നിങ്ങളുടെ ജീവിതാവസ്ഥയാക്കി മാറ്റുക. എനിക്കിത് വേണ്ടതുകൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നത് എന്ന് നിങ്ങൾ പറയരുത്. ഞാൻ നന്ദിയുള്ളവനാണ്, കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അതുതന്നെ ധാരാളമാണ് എന്ന് പറയുക. നന്ദി പ്രകടിപ്പിക്കുന്നതിന് കാരണങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് അത് യഥാർത്ഥ മാജിക്കായി മാറുന്നതെന്ന് ഈ പുസ്തകം പറയുന്നു. ഐഡന്റിറ്റി മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ പറയുന്ന നന്ദി നിങ്ങളുടെ ചിന്തകളെ മാറ്റുന്നു. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പെരുമാറ്റത്തെ മാറ്റുന്നു. നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്നു. നിങ്ങൾ എല്ലാ ദിവസവും നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നന്ദി എന്നത് നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു ദിവസം വരുമെന്ന് ഈ പുസ്തകം പറയുന്നു. ആ ദിവസം പ്രപഞ്ചം എനിക്ക് എപ്പോൾ തരും എന്ന് നിങ്ങൾ ചോദിക്കില്ല. ആ ദിവസം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. ജീവിതം നിങ്ങളുമായി തനിയെ സഹകരിക്കാൻ തുടങ്ങും. ഏറ്റവും വലിയ വഞ്ചന: നിങ്ങൾ ജീവിതത്തോട് പറയുന്നു, ആദ്യം എനിക്ക് തരൂ, എന്നിട്ട് ഞാൻ നന്ദി പറയാമെന്ന്. എന്നാൽ ജീവിതത്തിന്റെ നിയമം നേരെ തിരിച്ചാണെന്ന് ഈ പുസ്തകം പറയുന്നു. ജീവിതം പറയുന്നു, ആദ്യം നന്ദി പറയുക, അതിനുശേഷം എനിക്കെന്തെല്ലാം നൽകാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടാണ് ചില ആളുകൾ വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ ശരിയായ സ്ഥലത്തെത്തുന്നതും ചിലർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അവിടെ തന്നെ നിൽക്കുന്നതും. റിയൽ മാജിക്കിന്റെ അവസാന രൂപം: നിങ്ങൾ നന്ദിയോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുമെന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങൾ പരാതികൾ കുറയ്ക്കുന്നു. നിങ്ങൾ വർത്തമാനകാലത്തിലേക്ക് വരുന്നു. നിങ്ങൾ വർത്തമാനകാലത്തിലായിരിക്കുമ്പോൾ ജീവിതം നിങ്ങളോട് പോരാടില്ല. ജീവിതത്തെ തെറ്റായി മനസ്സിലാക്കുന്നവരെ മാത്രമാണ് അത് ബുദ്ധിമുട്ടിക്കുന്നത്. ജീവിതത്തെ മനസ്സിലാക്കുന്നവരെ അത് വഴികാട്ടാൻ തുടങ്ങും. അവസാന സന്ദേശം, പുസ്തകത്തിന്റെ അവസാന വാക്ക്: നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം തീരുമാനിക്കുന്നത് നിങ്ങളുടെ നന്ദിയുടെ ആഴമാണെന്ന് ഈ പുസ്തകം പറയുന്നു. കൃതജ്ഞത എന്നത് ഒരു വിദ്യയല്ല, അതൊരു ജീവിത രീതിയാണ്. നിങ്ങൾ ഇതുവരെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേവലം ഒരു ശ്രോതാവല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. ഒന്നുകിൽ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചുപോയി ജീവിതത്തെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും തികഞ്ഞ നന്ദിയോടെ ജീവിക്കാൻ പഠിക്കാം. ഒപ്പം ജീവിതം നിങ്ങളുടെ മുന്നിൽ വിരിയുന്നത് നോക്കിക്കാണാം. ഇതാണ് ദ മാജിക്കിന്റെ അവസാനം. നിങ്ങളുടെ ജീവിതം അപ്ഗ്രേഡ് ചെയ്യാനുള്ള നിങ്ങളുടെ തുടക്കവും ഇവിടെ നിന്നാണ്.